അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഡോക്ടർ മുഹമ്മദ് ഷിബിലിയാണ്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഞാൻ ഈ പറയാൻ പോകുന്ന ഒരു 5-6 ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടോ എന്ന് ശ്രദ്ധിച്ച് നോക്കണം. ഈ ലക്ഷണങ്ങൾ അറിയാതെ പോയിട്ട് അവസാനം വൻകുടലിന് ക്യാൻസർ ആണെന്ന് ഡയഗ്നോസ്ഡ് ആവുമ്പോഴാണ് നോക്കാറുള്ളത്. അപ്പൊ നമുക്കൊന്നും ചെയ്യാനുണ്ടാവില്ല കാര്യമായിട്ട്. ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ട് അതിന് വേണ്ട ടെസ്റ്റുകൾ ഞാൻ പറയാം. അതൊന്ന് ചെയ്ത് ക്യാൻസർ അല്ല എന്നുള്ളതൊന്ന് കൺഫേം ചെയ്യുക എന്നുള്ളതാ. അപ്പൊ ഞാൻ ഓരോ ലക്ഷണങ്ങൾ എടുത്ത് പറയാട്ടോ, ശ്രദ്ധിച്ച് കേൾക്കണേ. അതിൽ ഒന്നാമത്തെ ലക്ഷണം, നമുക്ക് ഒരു കാരണവുമില്ലാതെ ഇങ്ങനെ ക്ഷീണം ഫീൽ ചെയ്യാം. നമ്മൾ പ്രത്യേകിച്ച് എന്തെങ്കിലും പണിയൊക്കെ എടുത്തിട്ട് വരുന്ന ക്ഷീണം നമുക്കറിയാം. അത് ആ ഒരു പണി കൊണ്ടാണ്, എന്തെങ്കിലും ഓവറായിട്ട് ലോഡ് എടുത്തോണ്ടാണ്. പക്ഷെ ഒരു കാരണവുമില്ല, നമ്മളൊരു പണിയൊന്നും എടുക്കാതെ തന്നെ വെറുതെ ഇങ്ങനെ ഇപ്പോൾ ഒരു ഒരു സുഖമില്ലാത്ത മാതിരി ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ വരിക. രണ്ടാമത്തെ ലക്ഷണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, വയറ്റിന്ന് ടോയ്ലറ്റിന് പോകുന്ന സമയത്ത് മലത്തിന്റെ കൂടെ ബ്ലഡ് വരുന്നുണ്ടോ നോക്കുക. ബ്ലഡ് ചില ആളുകളിൽ നല്ല ക്ലിയർ ആയിട്ടുള്ള ചുവന്ന കളറിലുള്ള ബ്ലഡ് വരും. ചില ആളുകളിൽ കറുത്ത കട്ട കട്ടായിട്ടും ബ്ലഡ് വരാറുണ്ട്. ഇത് രണ്ടും നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ എത്ര പോയി കഴിഞ്ഞാലും ഇനിയും വയറ്റിന്ന് പോകാനുണ്ട് എന്നുള്ളൊരു സെൻസേഷൻ, ഒരു തോന്നൽ ഇങ്ങനെ ഉണ്ടാവുകയും അത് നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ എണ്ണിയെടുക്കേണ്ടതാണ്. പിന്നെ പ്രധാനപ്പെട്ടതാണ് ചേഞ്ച് ഓഫ് ബവൽ ഹാബിറ്റ്സ്, അഥവാ നമുക്ക് ഇടക്കിടക്ക് വയറിളക്കം ഉണ്ടാവുക, അതല്ലെങ്കിൽ മലബന്ധം ഉണ്ടാവുക. ഇതിൽ ഏതെങ്കിലും ഇങ്ങനെ ഇടക്കിടക്ക് വന്നാണ്ട് കുറച്ച് കാലം ഇങ്ങനെ നിന്നിട്ട് പിന്നെ പോവുക എന്നുള്ളതാ. ഇങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ മലം പുറത്തേക്ക് വരുന്ന സമയത്ത് അതിങ്ങനെ പെൻസിൽ പോലെ നല്ല തിന്നായിട്ട്, തീരെ കട്ടില്ലാത്ത മലയായിട്ട് പുറത്തേക്ക് വരുന്നുണ്ടെങ്കിലും ഇതാണ് സൂചിപ്പിക്കുന്നത്. അവസാനത്തെ പ്രധാനപ്പെട്ട ലക്ഷണം ഉണ്ട്, വെയിറ്റ് കുറയാന്നുള്ളത്. വെയിറ്റ് കുറയാന്ന് പറയുമ്പോൾ കുറച്ചൊന്നും കുറഞ്ഞിട്ട് പ്രശ്നമില്ല. അവസാനത്തെ 6 മാസം നമ്മൾ നോക്കുക. ഇപ്പൊ ഒരു 6 മാസം കൊണ്ട് നമ്മളെ വെയിറ്റ് 5% അധികം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കാര്യമായിട്ട് തന്നെ എടുക്കണം. ഇപ്പൊ ഒരു 50 കിലോ ഉള്ള ആളാണെങ്കിൽ 2.5 കിലോ അയാൾ അവസാനം 6 മാസം കൊണ്ട് കുറഞ്ഞു വന്നു. അത് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, നമ്മൾ ഡയറ്റിംഗ് ഒന്നും എടുക്കാതെയാണെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കണം. അത് ഇങ്ങനെ ഈ ക്യാൻസർ ഗ്രോത്ത് ഉണ്ടാവുന്ന സമയത്താണ് സാധാരണ അങ്ങനെ കാണപ്പെടാറുള്ളത്. ഈ ലക്ഷണങ്ങളിൽ കുറച്ചെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ടെസ്റ്റ് ചെയ്യുക. നമുക്ക് കോളൻ ക്യാൻസർ ആണോ എന്ന് നോക്കാൻ ഏറ്റവും ബെസ്റ്റ് ടെസ്റ്റ് കോളനോസ്കോപ്പിയാണ്. അതൊരു നല്ല ഹോസ്പിറ്റലിൽ പോയിട്ട് കോളനോസ്കോപ്പി ഒന്ന് ചെയ്ത് നോക്കുക. നല്ലൊരു ഡോക്ടറെ ആദ്യം കാണിച്ചു, എന്നിട്ട് ഈ ടെസ്റ്റിലേക്കൊക്കെ പോയാൽ മതി കേട്ടോ. അപ്പൊ ഇത്രയാണ് ഈ ലക്ഷണങ്ങൾ പല ആളുകളും അറിയാത്തത് കൊണ്ട് അവരുടെ ജീവൻ വരെ പ്രശ്നമാവാറുണ്ട് എന്നുള്ളതാ. അപ്പൊ അത് എല്ലാവരുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ.